എൻ്റെ വീഴ്ചയ്ക്ക് കാരണം കർത്താവാണെന്ന് പറയരുത്. എന്തെന്നാൽ താൻ വെറുക്കുന്നത് അവിടുന്ന് ചെയ്യുന്നില്ല. പ്രഭാഷകന്റെ പുസ്തകം 15-ാം അധ്യായം 11-ാം തിരുവചനം. അനുതാപത്തോടും പശ്ചാത്താപത്തോടും കൂടി ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നാൽ കർത്താവ് 2 കൈ നീട്ടി നമ്മെ സ്വീകരിക്കും. അവിടുന്ന് കാരുണ്യവാനും സ്നേഹനിധിയുമാണ്. അന്ധനായ യാചകൻ പ്രാർത്ഥിച്ചതുപോലെ, കർത്താവേ, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. യേശു അവൻ്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ നിന്നു. അവനെ വിളിച്ചു സൗഖ്യം നൽകി. അവൻ്റെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അവൻ യേശുവിനെ കണ്ടു. യേശുവിനെ അവൻ അനുഗമിച്ചു. വിളിച്ചു പ്രാർത്ഥിക്കാം, കർത്താവേ, ദാവീദിന്റെ പുത്ര, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. അവിടുന്ന് നമ്മെ രക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യും. സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ താഴ്മയോടുകൂടി നിൽക്കാം. തക്ക സമയത്ത് അവിടുന്ന് പ്രവർത്തിക്കും.